അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ജനങ്ങളിൽ 3 ഐറ്റം ആളുകളെ അള്ളാഹുവിന് വെറുപ്പാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ അവൻ്റെ അടിമകളായ ഈ ജനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വിശ്വാസികളിൽ നിന്ന് 3 ഐറ്റം ആളുകൾ, ജനങ്ങളെ എല്ലാവരും പറയേണ്ട, വിശ്വാസികളിൽ നിന്ന് 3 ഐറ്റം ആളുകളെ അള്ളാഹുവിന് വെറുപ്പാണ്. അവരോട് അള്ളാഹുവിന് വെറുപ്പാണ്. അവരുടെ ഒരു കാര്യവും അള്ളാഹു ഗൗനിക്കത്തുമില്ല. അള്ളാഹുവിന് അവരുടെ ഒരു കാര്യവും വേണ്ട. അങ്ങനെയുള്ള 3 ഐറ്റം ആളുകൾ. ഇത്രയും മോശപ്പെട്ട ആളുകൾ ആരാണ്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുന്ന് പറയുന്നു, ഖീല, ആരോ എവിടെയോ എന്തോ പറയപ്പെട്ടത് അതിങ്ങോട്ട് വന്നിട്ട് സത്യമായി കണ്ടാണെന്ന് അവതരിപ്പിച്ചു. ആരോ ഏതോ അങ്ങാടിയിൽ എന്തോ ഒരു വിഷയം പറഞ്ഞു, ഇയാളത് കണ്ടണക്ക്, ഇയാളത് നേരിട്ട് സാക്ഷിയായി എനക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് അവതരിപ്പിച്ച് ആളുകളെ പറ്റിക്കുന്ന ആളുകൾ. മനസ്സിലായില്ലേ? കണ്ടതും കേട്ടതും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? ഇതുപോലെ അതും ഇതുമൊക്കെ ഇയാളങ്ങോട്ട് കൂട്ടിച്ചേർത്ത് അങ്ങോട്ട് പറയുന്ന ആള്. അങ്ങാടിയിൽ ആരാണ്ട് എന്തോ ഒരു വിഷയം പറഞ്ഞു, ഏതോ ഒരു പെണ്ണിന്റെ വിഷയം, അല്ലെങ്കിൽ വേറെ ഏതോ ഒരാളുടെ വിഷയം. ഇയാളതില്ല കണ്ട കണക്കൊണ്ട് വന്നിട്ട് സമൂഹത്തിൽ അങ്ങോട്ട് അവതരിപ്പിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന് വെറുപ്പാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ ആളിനെയൊക്കെ അറിയാം, പക്ഷെ സത്യാവസ്ഥ എന്തുവാന്ന് അറിഞ്ഞൂടാ. പറഞ്ഞ ആളിനെ അറിയാം, സത്യാവസ്ഥ എന്തുവാന്നറിയില്ല. ആ കാര്യം വന്നിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു പരത്തുന്ന ആളുകൾ. എനിക്ക് എഴുതി വെക്കേണ്ട ഹദീസാണിത്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളും കുറേ അസ്വസ്ഥതകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ദൃക്സാക്ഷിയാണ് അതിനൊക്കെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. തീല വ കാല, 3 ഐറ്റം ആളുകളെ അള്ളാഹുവിന് മഹാവെറുപ്പാണ്. അവർ മഹാവൃത്തിയേട്ടവരാണ്. എന്താണ്? ഒന്ന് തീല, ആരോ എന്തോ പറഞ്ഞത് വന്നിട്ട് ഇവിടെ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പേടിപ്പിച്ച് അങ്ങോട്ട് പറയുക. വ കാല, റസൂലുള്ള പറയാണ്, സംഗതി പറഞ്ഞാലിനെ അറിയാം ഇയാൾക്ക്, പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്തുവാന്ന് ഇയാൾക്ക് അറിയില്ല. ഇയാൾ അതങ്ങോട്ട് പറഞ്ഞിട്ട് ആളുകളെ എന്ത് ചെയ്യാണ്? മറ്റേ ആളിനെതിരെ തിരിച്ചു വിടുക. പിശാച് ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ആളുകൾ നരകത്തിൽ കൊണ്ടുപോകുന്ന വാക്കുകളായി പറഞ്ഞു. അള്ളാഹു കാക്കട്ടെ. ഹദീസിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം, നല്ലോണം ഉൾക്കൊള്ളണം നമ്മൾ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഐറ്റം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിന് അവരോട് വെറുപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് കേട്ടിട്ട് എന്ത് ചെയ്യാൻ കളയുക. കാര്യം എന്താ? അതിന് ഇതിന് ആരും ഈ സംഗതിക്കാരും കണ്ടവരില്ല, കേട്ടവരില്ല, അതിന് സാക്ഷിയില്ല, ഒന്നുമില്ല. നമ്മൾ പിന്നെ സമൂഹത്തിൽ പറയാൻ നിൽക്കരുത്. അതേപോലെ കാല, പറഞ്ഞത് ആളിനെയൊക്കെ അറിയാം, പക്ഷെ അത് സത്യാവസ്ഥ എന്തോന്നറിയില്ല. അത് വന്നിട്ട് നമ്മൾ സമൂഹത്തിൽ വിളമ്പാൻ നിൽക്കരുത്. അത് നല്ലതല്ല. അഥവാ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ അടിയായതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല എന്തുവാന്ന്, ഞാനൊന്നും പറയുന്നില്ല. സംഗതി ഇങ്ങനെ ആളുകൾ പറയും, എനിക്കെന്തോ അതിന് സത്യാവസ്ഥ എന്തോ എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ രക്ഷപ്പെട്ടേക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ഐറ്റം ആളിന് അള്ളാഹു വെറുപ്പാണ്. പിന്നെ വൈലാഅത്തുൽ മാലി, അള്ളാഹു കൊടുത്ത അവന്റെ ഔദാര്യമാണ്, അവൻ നമുക്ക് നൽകിയ സമ്പത്ത്. ആ സമ്പത്തിനെ വേസ്റ്റാക്കി കളയുന്ന ആളുകൾ, വീടിന് ഡെക്കറേഷൻ കൂട്ടാൻ വേണ്ടി ഉള്ള കല്ലിനും കട്ടയ്ക്കും സിമന്റിനും വേണ്ടി വെറുതെ ഇങ്ങനെ പണം കളയുക. അള്ളാഹു കൊടുത്ത പണം കൊണ്ട് താമസിക്കാൻ നല്ലൊരു വീട് വേണം, അൽഹംദുലില്ലാഹ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ മോടി പിടിപ്പിക്കുന്നു, ഇവിടെ മോടി പിടിപ്പിക്കുന്നു, അങ്ങനെ വെറുതെ പൈസ ഇങ്ങനെ. അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് ആവശ്യമില്ലാത്ത വെറുതെ ജനങ്ങൾ പണം അങ്ങോട്ട് ചെലവഴിക്കുക. അതിനു വേണ്ടി, ഡാൻസിന് വേണ്ടി, കുച്ചിപ്പിടിക്ക് വേണ്ടി, മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി എന്ന് വേണ്ട. അല്ലാഹുവേ, എന്തൊക്കെ തോന്നിവാസങ്ങളെ. പിന്നെ തൻ്റെ സാമ്പത്തിക സ്ഫേര് കാണിക്കുന്ന ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിന് ഇങ്ങനെ കുറേ
വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നെച്ചോറ് വേണ്ടവർ പോകണേ മേപ്പോട്ട്, ബിരിയാണി വേണ്ടവർ താപ്പോട്ട്, പിന്നെ മറ്റേ ഐറ്റങ്ങൾ വേണ്ടത് മന്തി വേണ്ടവർ കിഴക്കോട്ട്, ഇങ്ങനെ ആളുകളെ ഇങ്ങനെ എന്ത് ചെയ്യാണ് സൂചിപ്പിക്കുന്ന രീതിയിൽ. അള്ളാഹ് വിടത്തില്ല. ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. പക്ഷേ ഈ ഒരു ഭക്ഷണത്തിൽ കാണിക്കുന്ന ആഡംബരം ഉണ്ടല്ലോ, ഈ അഹങ്കാരം, അള്ളാഹുവിന് ഇഷ്ടമല്ലത്. അള്ളാഹുവിന് ഇഷ്ടമല്ലത്. ഇങ്ങനെയുള്ള രണ്ടാമത്തെ ഐറ്റം, ഇപ്പോൾ രണ്ടൈറ്റം പറഞ്ഞു, ഈ ഐറ്റത്തെയും അള്ളാഹുവിന് വെറുപ്പാണ്. ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇന്നത്തെ കല്യാണങ്ങളും ആ കല്യാണങ്ങൾക്ക് മുമ്പ് ഉള്ള വാക്കുറപ്പും അള്ളാഹുവെ എന്തൊക്കെ തോന്നിമാസങ്ങൾ, ശുദ്ധ തെമ്മാടിത്തരങ്ങളാണ് കാണിക്കുന്ന സമുദായം. അതുകൊണ്ടാണ് ഞാൻ സുബഹിസ്കരിച്ചിട്ട് തെമ്മാടി എന്ന് പറയുമ്പോൾ നിങ്ങളാരും കാണിക്കുന്നത് അത്രയും തെമ്മാടിത്തരം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സമുദായത്തിൽ ചില ആളുകൾ കാണിക്കുന്നത് അള്ളാഹുവിന് ഇവരെ ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോഴാണ് ഭൂമിയിൽ അസ്വസ്ഥതകൾ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ ആള് ആരാണ്? ഈ മൂന്നാമത്തെ ആള് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, മൂന്നാമത്തെ ആള് വെറുതെ ഇങ്ങനെ ചോദ്യം ആളുകളൊക്കെ ചോദ്യം ചോദിച്ച് മുട്ടുകുത്തിക്കാൻ നടക്കുന്ന ആളുകൾ. ഇവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ ഈ ഹദീസ് വിശദീകരിച്ചു എന്ന് പണ്ഡിതന്മാർ ഇതിന് അർത്ഥം, കസറത്ത് സുഹാലിന് അർത്ഥം പറഞ്ഞത്, ഈ ആളുകൾ ചെന്നിട്ട് ഒരു 5000 രൂപ, ഒരു 200 രൂപ, ഒരു 300 രൂപ, എടാ എന്റെ മോൻ ഗൾഫിൽ നല്ല സോപ്പുണ്ടോടാ, സ്പ്രേ കൊണ്ടോടാ, ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന ആളുകൾ, ഇവരെയും അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇങ്ങനെ 3 ഐറ്റം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹ് അവരെ ഒരു വിഷയത്തിൽ അവരെ പരിഗണിക്കത്തുമില്ല. ദുആ ചെയ്താൽ പോലും അവരുടെ ദുആ അള്ളാഹ് തള്ളിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എഴുതി വെക്കേണ്ട ഹദീസാണ്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ 3 ഐറ്റം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ 3 ഐറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള സംഘത്തിൽ നിന്നും പെടാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അർഹമർ റഹീമായ റബ്ബേ, സാധുവായ ഞാൻ പറഞ്ഞത്